ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. സച്ചിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, തന്നെ തന്റെ അച്ഛനും ഭാര്യയും ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സച്ചി അകത്തേക്ക് കയറി ചെല്ലുന്നത് അല്ലേ. ചെന്ന് കയറി ഉടനെ തന്നെ സച്ചി രവിയോടായിട്ട് പറയുന്നുണ്ട്, അച്ഛ ഇന്ന് ഒരു സംഭവം ഉണ്ടായി, യാതൊരു കാരണമില്ലാതെ തന്നെ കുറച്ചു പേരുടെ ഓട്ടം ക്യാൻസൽ ചെയ്ത്, മാത്രമല്ല എന്റെ വണ്ടി പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, പിന്നെ കുടിച്ച് ലെവലില്ലാതെ നടക്കുന്നവരെ വണ്ടി പിന്നെ പോലീസുകാർ കൊണ്ടുപോകാതെ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. ഈ സമയം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി പറയുകയാണ്, നീ എൻ്റെ പാർക്കിൽ കടന്നിറങ്ങുന്ന വീഡിയോ ഒരു സിനിമ പോലെ ഇവിടെ എല്ലാവരും കാണിച്ചില്ലേ, അതേപോലെ തന്നെ നിന്റെ വീഡിയോ ഞാൻ ഇവിടെ സിനിമ പോലെ കാണിച്ചിട്ടുണ്ട്, എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടതിന്റെ ക്ഷീണത്തിലാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല രവിയുടെ ഇരിപ്പും കാണുമ്പോൾ തന്നെ സച്ചിക്ക് പന്തികേറും മനസ്സിലാവുകയാണ്. വേഗം തന്നെ സച്ചി രവിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം, ഞാൻ വെള്ളം അടിച്ചിട്ടില്ല, അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രവി ഒന്നും മിണ്ടാതെ തന്നെ ദേഷ്യത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. രവിയുടെ തൊട്ട് പിന്നാലെ സച്ചി എന്നതിന് ശേഷം പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാൻ വെള്ളം അടിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് രവി വേഗം പറയുകയാണ്, നീ ഇനി ഒന്നും മിണ്ടേണ്ട കാര്യമില്ല, എൻ്റെ മകൻ സച്ചിയെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു, ഞാൻ പറയുന്നതിന് അപ്പുറത്ത് പോകില്ല എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു, പക്ഷേ അവൻ കാരണം തന്നെ എനിക്ക് നാണക്കേട് ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണെന്നൊക്കെ രവി പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഞാനായിട്ട് ഒരു നാണക്കേട് അച്ഛന് വരുത്തിയിട്ടില്ല, അച്ഛൻ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി പറയുകയാണ്, ഇനിയിപ്പോൾ എന്ത് വിശ്വസിക്കാനാടാ, നീ വെള്ളം അടിക്കുന്നതും വണ്ടി ഓടിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്, അതിനും വലിയ തെളിവിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനും ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊക്കെയാണ് ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം ഇറക്കാനാവുന്നില്ല. സച്ചി വേഗം ശ്രുതിയുടെ അടുത്തേക്കായിട്ട് ദേഷ്യപ്പെട്ട് ചെല്ലാണ്ട് പെട്ടെന്ന് രവി സച്ചിയുടെ ഷോൾഡറിന് കുത്തിപ്പിടിച്ചതിന് ശേഷം നീക്കി നിർത്തിയിട്ട് പറയുന്നുണ്ട്, വെള്ളം അടിച്ചുകൊണ്ട് വന്നിട്ട് പുറത്ത് കിടന്ന് കാണിക്കുന്ന അലമ്പ് കൂടാതെ വീട്ടുകാർക്കിടയിലേക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുവാണോടാന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചിനെ തല്ലാനായിട്ട് കൈ ഓങ്ങിയാണ്. ഈ ഒരു സമയത്ത് വേഗം തന്നെ രേവതി അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി തല്ലാനൊങ്ങിയ കൈ പകുതിക്ക് വെച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ സച്ചിക്ക് വളരെ ഷോക്കാവുന്നുണ്ട്. സച്ചിക്ക് മാത്രമല്ല ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ വേഗം തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ തല്ലാനൊങ്ങിയ കൈ പകുതിക്ക് വെച്ച് നിർത്തിയത്, തല്ലാൻ പാടില്ലായിരുന്നു, നിങ്ങൾ നേരത്തെ ഇവർ തല്ലി വളർത്തിയിരുന്നെങ്കിൽ ഇവൻ പണ്ടേക്ക് നന്നായേനെ എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി വേഗം പറയാണ്ട, ശരിയാണ് അച്ഛൻ എന്നെ തല്ലി വളർത്തേണ്ടതായിരുന്നു, അച്ഛൻ ഇപ്പൊ തല്ലാൻ എന്നെ കൈ ഓങ്ങിയില്ലേ, പാതിക്ക് വെച്ച് നിർത്തിയത് എന്തിനാ, എന്ത് കാര്യം തുടങ്ങിയാലും അത് മുഴുവനാക്കണമെന്നല്ല അച്ഛൻ പറഞ്ഞില്ല, അച്ഛനെ തല്ലച്ച എന്നും പറഞ്ഞുകൊണ്ട് രവിയുടെ കൈ നിർബന്ധിച്ച് എന്നെ പിടിച്ച് സച്ചിയുടെ മുഖത്തേക്ക് ഞാൻ ഞെരിക്കുകയാണ് സച്ചി. ഈ ഒരു സമയത്ത് ഇതൊന്നും കണ്ടു നിൽക്കാനാവാതെ രേവതി തലതാഴ്ത്തി വെച്ച് പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം സച്ചി തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കണ്ടില്ല ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നത് കണ്ടില്ല, വെള്ളം അടിച്ചൊരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അതിന് നീ വെള്ളം അടിച്ച് വീഡിയോ ഇറങ്ങിയത് രാവിലെ അല്ലേ, ഇപ്പൊ ഈ വൈകുന്നേരം നേരമായ സമയത്ത് നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെടൽ നടക്കാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. വേഗം തന്നെ ശ്രീകാന്തിന്റെ അടുത്തതിന് ശേഷം സച്ചി പറയുന്നത്, ശ്രീകാന്ത് നീ എന്നെ നോക്ക്, നീ എന്നെ മണത്ത് നോക്ക്, എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ എന്ന് നോക്ക്, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ മദ്യത്തിന്റെ സ്മെല്ല് വരികയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല അച്ഛൻ സച്ചിയുടെ മദ്യത്തിന്റെ മണം വരുന്നില്ല, സച്ചിയുടെ വെള്ളം അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും സച്ചിയും പറയുന്നുണ്ട്, കണ്ടില്ലേ അച്ഛൻ ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കാറില്ല, അച്ഛൻ അറിയാൻ പാടില്ല എന്നെ എന്നൊക്കെയാണ് സച്ചി ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതിയും ഒരേ സ്വരത്തിൽ തന്നെ പറയുകയാണ്, സച്ചി വെള്ളം അടിച്ചാണ് വണ്ടി ഓടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിനെ ഒരു കുറ്റക്കാരനാക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവസാനം സച്ചി വളരെയധികം ദുഃഖത്തോട് തന്നെ രവിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്കാൻ, ഞാൻ വെള്ളം അടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രവി പറയുകയാണ്, എനിക്ക് നീ പറയുന്നൊന്ന് കേൾക്കോ വേണ്ട, നീ എന്നെ അങ്ങനെ വിളിക്കോ വേണ്ട എന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ടാണ് പോകുന്നത്. അപ്പൊ രവിയുടെ മാറ്റം അച്ഛൻ തന്നെ ഒറ്റപ്പെടുത്തിയെന്നുള്ള സങ്കടത്തിൽ സച്ചി നിൽക്കുന്ന സമയത്താണ് ചന്ദ്ര പറയുന്നത്, നിന്നെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, അതേ നിന്റെ ഭാര്യ നിൽക്കുന്നു, അവൾ പോലും നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചല്ല, പിന്നെയാണ് ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് വേഗം തന്നെ സച്ചി രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, രേവതി നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ വെള്ളം അടിച്ചിട്ടില്ല, വെള്ളം അടിക്കാനല്ല ഞാൻ ബാറിലേക്ക് പോയത് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി വേഗം പറയാനാണ്, വെള്ളം അടിക്കാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോയതാണോ അവിടെ എന്ന് കളിയാക്കുന്ന രീതിക്ക് ചോദിക്കുന്ന സമയത്ത്, അതല്ല ഞാൻ അവിടെ ഒരു ഓട്ടത്തിന് പോയതായിരുന്നു, ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്ക് രേവതി, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ തോളത്തേക്കാണ് സച്ചി കൈ വെക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കൈ തട്ടി മാറ്റിയതിനു ശേഷം വളരെയധികം ദേഷ്യത്തോട് തന്നെ കരഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പൊ തന്റെ അച്ഛനും ഭാര്യയും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും സച്ചി ആകെ തകർന്നു പോവുകയാണ്. തൊട്ട് മുന്നേ തന്നെ ചന്ദ്ര മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവിടെ ആർക്കും തന്നെ നിങ്ങളെ ഇഷ്ടമല്ല, നേരത്തെ നിങ്ങളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ സമയത്ത് നീ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങിയല്ലോ, ഇപ്പൊ നിന്നെ അദ്ദേഹത്തിനും വേണ്ട, അതുകൊണ്ട് തന്നെ നീ നിന്റെ ഭാര്യയെ മേടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തരാമോ എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സങ്കടം കൂടി നമ്മുടെ
രേവതിക്കുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ഒരു സ്ഥലത്ത് പോയിരുന്നു ഭയങ്കരമായിട്ട് തന്നെ കരയാണ്. പെട്ടെന്ന് തന്നെ സച്ചി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം പറയുന്നുണ്ട്, രേവതി ഞാൻ പറയുന്നത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കുമെന്ന് പറയുന്ന സമയത്ത് അവിടെ പറഞ്ഞ നുണക്കഥകളുടെ ബാക്കിയുള്ള സച്ചിയായിരുന്നു ഇവിടെ ഒന്ന് പറയാൻ നിൽക്കുന്നത്. എനിക്ക് എന്തായാലും കഥകളൊന്നും തന്നെ കേൾക്കേണ്ടതില്ല. ഞാൻ വീഡിയോ സഹിതം മുഴുവനായിട്ടും കണ്ടതാണ്. ഈ വീട്ടിൽ മാത്രമല്ല എൻ്റെ വീട്ടിൽ നാട്ടുകാർക്ക് മുന്നിൽ ഞാനിപ്പോൾ നാണംകെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. സച്ചിയുടെ വെള്ളമടി നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷത്തിലായിരുന്നു എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത്, രേവതി ഞാൻ വെള്ളം അടിച്ചുള്ളൂ, നീ ഒന്ന് പറയുന്നത് കേൾക്ക്, രേവതി നീ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ തുറന്ന് കേൾക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയേട്ടൻ വെള്ളം അടിക്കാറില്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. രേവതി പക്ഷെ ഞാൻ ഡ്രൈവിങ്ങിന്റെ ടൈമിൽ ഒരിക്കലും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാറില്ലായിരുന്നു. സച്ചി പറയുന്നുണ്ടെങ്കിൽ രേവതി പൂർണ്ണമായും സച്ചിയെ മനസ്സിലാക്കുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് രേവതി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ എനിക്ക് വേണ്ടി ഒരു പേര് ചേർത്ത് തന്നിട്ട് കുടിയന്റെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി വേഗം തന്നെ സങ്കടത്തോട് തന്നെ രേവതിയെ നോക്കുകയാണ്. ശേഷം രേവതിയുടെ അടുത്ത് വന്നിരുന്നതിന് ശേഷം സച്ചി പറയുകയാണ്, രേവതി ഞാൻ അനൂപിന്റെയും കൂട്ടാളികളുടെയും കൂടെ ഒരു ഓട്ടം പോയതായിരുന്നു. അവരെ കാണാത്തതുകൊണ്ട് തന്നെ അവരെ അന്വേഷിച്ച് അകത്തേക്ക് ചെന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ആരും അടുത്ത് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത്, ഇനിയും ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞു വരികയാണ് സച്ചിയേട്ടാ, എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും തന്നെ കേൾക്കേണ്ടയില്ല എന്ന് രേവതി പറയുമ്പോഴത്തേക്കും ഞാൻ വേണമെങ്കിൽ അനൂപിനെ വിളിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വേഗം ഫോൺ എടുക്കാൻ കേട്ടോ. പെട്ടെന്ന് രേവതി പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങളെപ്പോലെ തന്നെ കുടിച്ചു നിൽക്കുന്നവരല്ലേ അനൂപും, അതുകൊണ്ട് എനിക്ക് അവർ പറയുന്ന ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. സച്ചിനോട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, സച്ചിന് മാറാനും പോകുന്നില്ല, സച്ചിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളം പറഞ്ഞുകൊണ്ട് തന്നെ രേവതി വളരെയധികം സങ്കടത്തോട് തന്നെ സച്ചിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.